എന്താണ് എൻഡോസ്കോപ്പി? അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ ആരംഭം എന്നിവ പരിശോധിക്കാനും രോഗനിർണയം നടത്താനും ചിലപ്പോൾ ചികിത്സ നടത്താനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു യഥാർത്ഥ രോഗിയിൽ ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വേഗത്തിലും സുരക്ഷിതവുമായ ഒരു നടപടിക്രമമാണ്. എൻഡോസ്കോപ്പ് എന്നറിയപ്പെടുന്ന ക്യാമറയുള്ള ഒരു നേർത്ത ട്യൂബ് ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളുടെ ദഹനനാളം പരിശോധിക്കും. നിങ്ങളുടെ തൊണ്ട വേദനരഹിതമാക്കാൻ ഞങ്ങൾ ഒരു ലോക്കൽ അനസ്തേഷ്യ സ്പ്രേ നൽകും. അതിനാൽ നിങ്ങൾക്ക് വലിയ അസ്വസ്ഥത തോന്നില്ല. നടപടിക്രമത്തിനിടയിൽ നിങ്ങൾ ഇടതുവശത്ത് കിടക്കേണ്ടി വരും. ഛർദ്ദിക്കാൻ തോന്നുന്ന അനുഭവം കുറയ്ക്കുന്നതിന് തൊണ്ടയിൽ ഒരു ലോക്കൽ അനസ്തേഷ്യ സ്പ്രേ പുരട്ടുന്നു. നടപടിക്രമം എളുപ്പത്തിൽ നടത്തുന്നതിന് രോഗിയോട് ഇടതുവശത്ത് കിടക്കാൻ ആവശ്യപ്പെടുന്നു. എൻഡോസ്കോപ്പ് രോഗിയുടെ വായിലൂടെ മൃദുവായി ഉള്ളിലേക്ക് നീക്കി അന്നനാളം, വയറ്, ചെറുകുടൽ എന്നിവയിലൂടെ കടന്നുപോകുന്നു. എൻഡോസ്കോപ്പിലെ ക്യാമറ പകർത്തുന്ന തത്സമയ ചിത്രങ്ങൾ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതിലൂടെ ഡോക്ടർക്ക് രോഗിയുടെ ആന്തരിക അവയവങ്ങളെ വിശദമായി പരിശോധിക്കാനും ഏതെങ്കിലും അസാധാരണതകൾ കണ്ടെത്താനും സാധിക്കും. എന്താണ് ബയോപ്സി? ബയോപ്സി എന്നത് ശരീരത്തിലെ ഒരു ടിഷ്യൂവിന്റെ ചെറിയ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുന്ന ഒരു മെഡിക്കൽ നടപടിക്രമമാണ്. ഈ സാമ്പിൾ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ പരിശോധിക്കുന്നു. അത് രോഗനിർണയം, ചികിത്സാ തീരുമാനങ്ങൾ അല്ലെങ്കിൽ രോഗനിരീക്ഷണം എന്നിവയ്ക്ക് ഉപയോഗിക്കാം. നടപടിക്രമം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. വായിലെ അധിക ദ്രാവകം തുപ്പിക്കളയുക. തുടർന്ന് പതുക്കെ എഴുന്നേറ്റിരിക്കാവുന്നതാണ്. നടപടിക്രമം കഴിഞ്ഞ ശേഷം രോഗി വിശ്രമിക്കണം. തൊണ്ടയിൽ ചെറിയ അസ്വസ്ഥതയുണ്ടാകാം, പക്ഷേ അത് പോകും. മരവിപ്പ് മാറിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. സ്ഥിരമായി ദഹന രോഗങ്ങൾ നേരിടുന്നുവെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. എൻഡോസ്കോപ്പി എത്ര എളുപ്പവും സുരക്ഷിതവുമായ പ്രൊസീജിയറാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ദഹന രോഗങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.